കേരളത്തിൻ്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോടും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടുള്ളൊരു അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിനെ പോലെ തന്നെ 6 ഇടത്താണ് ബീഹാറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് ബജറ്റിൽ ഇല്ലാന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പോയി നിരവധി പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കുറി എക്സ്ക്ലൂസീവായിട്ട് ബീഹാറിൻ്റെ ഒരു ഊഴമായി മാറി. അത് ബീഹാറിലെ ഈ പറയുന്ന താമര വിത്തുൾപ്പെടെ അതിനുള്ള പ്രത്യേക ബോർഡ്, ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അങ്ങനെ 6 സ്ഥലത്താണ് ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പരാമർശം കൊണ്ട് തന്നെ വ്യക്തമാകുന്നതാണ്. കേരളത്തിൻ്റെ എത്രയോ ആവശ്യങ്ങൾ, ഒരു 1.5 ഡസനോളം ആവശ്യങ്ങളുണ്ട്. ഒരു ആവശ്യത്തോടും പ്രതികരിച്ചിട്ടില്ല. ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ച് നന്നായിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൻ്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തോട് ഈ ബജറ്റ് മുഖംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ ബജറ്റിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് മധ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേവലം 2% ആൾക്കാരാണ് ആദായ നികുതി നൽകുന്നത്. ആ 2%നെ പാമ്പർ ചെയ്തുകൊണ്ട് മധ്യവർഗത്തിന് വലിയൊരു സ്ഥാനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ റാഞ്ചിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് ഈ ബജറ്റിലൂടെ ഇവർ അവലംബിക്കുന്നത്. അതുപോലെ തന്നെ വയനാട്, അതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ ഇടനാഴിയൊക്കെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് എന്താണ്? കാരണം വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കേരള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പ്രൈം പ്രൊജക്റ്റുമാണ്. ആ ഇടനാഴിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിൻ്റെ പിന്തുടർച്ചയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിനെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ, കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് എല്ലാ മേഖലയിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടർ ഉൾപ്പെടെ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പലായനം ചെയ്യുന്നു. രൂപയുടെ വില ഇടിയുന്നു. സമസ്ത മേഖലയും വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് എക്കണോമിക് സർവേ പറയുന്നു. മാത്രമല്ല കോവിഡിന് മുമ്പുള്ള വേതനം പോലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്ന് എക്കണോമിക് സർവേ അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗ്രസിച്ചിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്നും ബജറ്റ് മിണ്ടുന്നില്ല, നിശബ്ദമാണ്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ച് പോലും, ഇന്ത്യൻ സമ്പദ്ഘടന എങ്ങനെയാണ് പുനർജീവിപ്പിക്കാൻ കഴിയുക, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതുപോലെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് ഇക്കുറി നിശബ്ദമാണ് ഈ ബജറ്റ്. കേവലപരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബീഹാർ എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ളതും 2 ഡൽഹി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മേൽനോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത്. കേവലം 2% വരുന്ന ആദായ നികുതി ദായകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു വലിയൊരു ഇംപ്രഷൻ, ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. 2% മാത്രമാണ് ഇൻകം ടാക്സ് നൽകുന്നത്. അത് മാത്രമല്ല ഈ ടാക്സ് വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. ഈ ബജറ്റിൽ തന്നെ 2 തവണ നിർമ്മല സീതാരാമൻ കോഷൻ ചെയ്ത ആൾക്കാരെ, എന്താണ് കോഷൻ ചെയ്തത്? അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ഉൾപ്പെടെയുള്ള അത് ഇതിൻ്റെ പരിധിയിൽ വരില്ല എന്ന് വലിയൊരു കോഷനിങ് ആണ് നടന്നിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ 2 പ്രശ്നങ്ങൾ, ഒന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കയറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ്. ഈ 2 പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവതീ-യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ വിവിധ സർക്കാർ സർവീസുകൾ ഒഴിഞ്ഞടക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ തൊഴിൽ ദാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല രാജ്യത്തെ സർക്കാർ
അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട മേഖല, തൊഴിൽദാതാവ് എന്ന് പറയാവുന്ന മേഖല MSME സെക്ടറാണ്, വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 6 മാത്രമാണെന്നുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ആ വളർച്ചാ നിരക്ക് വ്യവസായ മേഖലയിൽ 12% മുകളിൽ പോയിരുന്നതാണ്. അപ്പോൾ പകുതിയിലധികമായി കുറയുകയാണ്. അതിൻ്റെ അർത്ഥം വരും കാലങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമാകാനാണ് സാധ്യത. ഇതിന് പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവിൻ്റെ ഇമ്പാക്റ്റ്. ഈ പരിസ്ഥിതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിവിധ ഇന്റർനാഷണൽ ഏജൻസികൾ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാധ്യത കുറയും എന്ന് പറയുന്നുണ്ട്. തൊഴിൽ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനും ഇപ്പോഴുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വരാൻ പോകുന്ന തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാനോ കഴിയുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് IT അല്ലെങ്കിൽ അനുബന്ധ മേഖല, ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരുപാട് തൊഴിൽ മേഖലകളിൽ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഗിഗ് വർക്കേഴ്സിനോട് ഇശ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു, അവർക്ക് കാർഡ് കൊടുക്കും എന്നല്ലാണ് 1 കോടി പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അവരുടെ വെൽഫെയർ മെക്കാനിസത്തെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അസംഘടിത മേഖല, രാജ്യത്തെ സംഘടിത മേഖല, ഇവിടെയൊന്നും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്ന വിധം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം സ്റ്റഡിയാക്കുന്നതിനുമുള്ള ഒരു പ്രപ്പോസലുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. ഡോക്യുമെന്റ്സിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിന് ലഭ്യമായിട്ടുള്ള സാമ്പത്തിക വിഹിതത്തെ സംബന്ധിച്ചും അനുബന്ധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിലയിരുത്താൻ കഴിയും. പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ സംസ്ഥാനത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ്, രാജ്യത്തിൻ്റെ ഒരു പൊതു ബഡ്ജറ്റ് ഈ രൂപത്തിൽ വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിൻ്റെ ശോഭയെ കെടുത്തുന്നതാണ്. അത് സങ്കുചിതമായ ഇലക്ടറൽ തെരഞ്ഞെടുപ്പ് താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു, മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചു എന്നുള്ളത് മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സാലറീഡ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ച് ഇത്രയേറെ കൃഷിക്കാർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ചോ അതുപോലെ മൻരേഗയുടെ വേതന വർധനവിനെ സംബന്ധിച്ചോ അംഗൻവാടി ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ലോവർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോ ഒന്നും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സാലറീഡ് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി പരിധി ഒഴിവാക്കിയതോടുകൂടി ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, സാലറീഡ് ക്ലാസ്സിലുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ പദ്ധതികളോ പരിപാടികളോ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കുറഞ്ഞു, 3.2% കുറഞ്ഞു, 6% നിന്ന് 3.2% കുറഞ്ഞു എന്ന് സാമ്പത്തിക സർവേയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാമ്പത്തിക വളർച്ച അതിനനുരോധമായി ഉണ്ടാകുന്നില്ല. തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച 7% നിന്ന് താഴെയായി 6.4% കുത്തനെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും
രാജ്യത്തിൻ്റെ ദീർഘകാല വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഉതകുന്ന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പയർവർഗ്ഗങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഒഴികെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളമടക്കമുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പദ്ധതിയും ഒരു നൂതന സംരംഭവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അത് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.